നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കില്ല. രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കില്ല എന്ന ആശയവുമായി രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ് എന്ത്? മിഷൻ സുദർശൻ ചക്ര. മിഷൻ സുദർശൻ ചക്ര. നടീനടന്മാരുടെ സംഘടനയായ അമ്മയെ നയിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി വനിതകളുടെ ഊഴം. ശ്വേതാ മേനോനെ അധ്യക്ഷയായും കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. അപ്പോൾ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്കു പരമേശ്വരനെ തിരഞ്ഞെടുത്തു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആണ്? എൽ ഗണേശൻ നാഗാലാൻഡിൻ്റെ ഗവർണറാണ്. ആന്ധ്രാപ്രദേശിലെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇനി സൗജന്യ യാത്ര. ആന്ധ്രാപ്രദേശിലെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എന്താണ്? സൗജന്യ യാത്രയാണ്. സ്ത്രീ ശക്തി പദ്ധതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതിയുടെ പേരാണ് സ്ത്രീ ശക്തി. ഇത് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു. എൻ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എന്ന കാര്യം ഓർത്തുവയ്ക്കുക. ജലവിഭവ മാനേജ്മെൻറ്റിന് മുന്നിലെത്താൻ സംസ്ഥാനം. ആദ്യ ജില്ലാ ജല ബഡ്ജറ്റ് കണ്ണൂർ. ജലവിഭവ മാനേജ്മെൻറ്റിൽ മുന്നിലെത്താൻ സംസ്ഥാനം. അതിൽ ആദ്യ ജില്ലാ ജല ബഡ്ജറ്റ് കണ്ണൂരിലാണ് ആദ്യ ജില്ലാ ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറുന്നത് കേരളമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറുന്നത് കേരളമാണ്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മറികടന്നു നരേന്ദ്രമോദി. ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി തുടർച്ചയായ 12ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ആകെ 103 മിനിറ്റ് നീണ്ടുനിന്നു. കഴിഞ്ഞ വർഷം 98 മിനിറ്റ് സൃഷ്ടിച്ച റെക്കോർഡ് മെച്ചപ്പെടുത്തി ഈ വർഷം 103 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുനിന്നു. സ്വാതന്ത്ര്യദിന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഡെമോഗ്രാഫിക് മിഷൻ. 2. 3.5 കോടി യുവാക്കൾക്ക് തൊഴിൽ. PM ധാന്യ കൃഷി യോജന. സുദർശൻ ചക്ര. തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. സെമി കണ്ടക്ടർ ചിപ്പ് ഈ വർഷം. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിനുണ്ടായ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഡെമോഗ്രാഫിക് മിഷൻ, 3.5 കോടി യുവാക്കൾക്ക് തൊഴിൽ, PM